നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഫൈനൽ നമ്മൾ ഈവനിങ് വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. നമ്മൾ തിരിച്ചു പോകുന്ന സമയം 6:24 ഇരുട്ടായി തുടങ്ങുന്നുള്ളൂ. ഇവിടുത്തെ പോസ്റ്റും താഴെ പോസ്റ്റ് ലൈറ്റ് ഉണ്ട്, വേറെ പോസ്റ്റ് ലൈറ്റ് ഇല്ലാന്ന് തോന്നുന്നു. നോക്കാം. ഇനി പോകുന്നേക്ക് 1-2 പോസ്റ്റ് ലൈറ്റ് കത്തി തേങ്ങ. പിന്നെ കുറ്റാക്കൂരിട്ടാണ് ഗൈസ്. ഫുള്ള് നല്ല ഇരുട്ടായി, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇരുട്ടായി പോയി. തേങ്ങ ഇതിവിടെ റബ്ബർ ഷീറ്റ് അടിക്കാൻ വന്നിരിക്കണം. റബ്ബർ വെട്ടിയിട്ട് ഉച്ചയ്ക്ക് പാല് വെച്ചിട്ട് പോയിട്ട് വൈകിട്ട് വന്നിട്ട് അടിക്കണം. റബ്ബർ അവിടെ കാണുന്നത്. ഈ സമയത്ത് ഒരു ഷീറ്റ് അടിക്കാൻ സന്തോഷമായിരുന്നു. കാരണം ഈ സമയത്ത് ഇവിടെ ആളെ നിൽക്കുമ്പോൾ നമുക്കൊരു ഹെൽപ്പാണ് ഇത്. തേങ്ങ നമ്മളിതിന് വീട്ടിൽ ലൈറ്റിട്ട് വന്നതുകൊണ്ട് കുഴപ്പമില്ല. വീടിൻ്റെ അവിടെ ലൈറ്റുണ്ട്. നടക്കാനുള്ള വഴിക്ക് വെട്ടടിച്ച് മാത്രം മതി. നമ്മൾ രാത്രി കഴിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി ചോറും കപ്പയും പിന്നെ ഉച്ചയ്ക്ക് കഴിച്ച മീൻകറിയും കപ്പയൊക്കെ ഇതിനുണ്ട്. ശ്രുതി ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. ശ്രുതി കഴിക്കട്ടെ. ചോറും കറിയും കൂടി കിട്ടുമ്പോൾ എന്ത് ടേസ്റ്റ് എന്ന് അറിയണോ കഴിക്കാൻ വെച്ചു. കപ്പയ്ക്ക് ഭയങ്കര ഒരുപാട് കറിക്ക് ചോറൊക്കെ നല്ല ഉണ്ടാവില്ലേ. എങ്ങനെ കുഴപ്പമില്ല, എനിക്കിഷ്ടം. ഇത് കൊള്ളാതെ ഞാൻ കഴിച്ചോട്ടെ ഗൈസ്. ഇത് ശരിയാവില്ല. ശ്രുതി ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ച് വെച്ച് പോകും. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്. എനിക്ക് ചോറ് തവണ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ന് രാത്രിത്തെ ഫുഡ്. ഫൈനലി ആർജയും കഴിക്കുന്നത്. ആർജ എന്റെ പാത്രം വലിച്ചെടുത്തോണ്ട് പോയത്. ആർത്തി പാടില്ല. രണ്ട് കറി വെച്ചിട്ടുണ്ട് നമുക്ക്. ഒന്ന് മുളക് കറി, ഇത് മുളക് കറിയും മറ്റേ തേങ്ങ അരച്ച കറിയുമാണ്. കഴിച്ചു ഒന്ന് മത്തിക്കറി, ഒന്ന് അയലക്കറി. ഞാൻ മത്തിക്കറിയെ കഴിച്ചത്. അയലക്കറി എങ്ങനെയുണ്ട്?